ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫേഷ്യൽ ഡേ ആണ്. നമുക്കിതിനെ ഫേഷ്യൽ ഹെയർ റിമൂവൽ റൂട്ടീൻ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് സ്റ്റെപ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അല്ലെ. നമ്മൾ എന്തും ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്യണം. കാരണം നമ്മളുടെ ഫേസിത്തെ ഡേർട്ട് ഒക്കെ കളഞ്ഞിട്ട് വേണം, റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കേട്ടോ. ഇപ്പൊ നമ്മളൊരു പാർലറിൽ പോയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യാനിരിക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ക്ലെൻസിങ് ക്രീം അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഫുള്ളും ക്ലെൻസ് ചെയ്യും. എന്നിട്ട് അവര് സ്ക്രബ് ചെയ്യുക, എന്നിട്ട് മാസ്ക് ഇടുക, എന്നിട്ട് മേ ബി ഷീറ്റ് മാസ്ക്, അങ്ങനെ കുറെ പ്രോസസ് ഉണ്ടാവും അല്ലെ. സോ നമ്മൾ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്ലെൻസിങ് ആണ്. ഓക്കെ, സോ ക്ലെൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നോർമൽ ഫേസ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോറി, അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനിവിടെ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ഫേസ് വാഷ് അല്ല. ഇറ്റ്സ് ലൈക്ക് എ ഫേസ് വാഷ് പ്ലസ് മാസ്ക് ഓർ ഫേസ് വാഷ് കം മാസ്ക് അങ്ങനെ പറയാം. കാരണം ഇത് നമുക്ക് രണ്ടായിട്ട് ആക്ട് ചെയ്യാം, ഫേസ് വാഷ് ആയിട്ടും ആക്ട് ചെയ്യാം. ബട്ട് നോർമൽ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഇരുന്നിട്ട് നമുക്ക് കഴുകിക്കളയുന്ന രീതിയിലും ഇത് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് എന്റെ കോസ്മെറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഹിയർ ഐ ആം യൂസിങ് ആക്നെഡെക്സ്. ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആക്നെഡെക്സ് പറയുന്നത്. ഇത് മെഡി acne face wash ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ യു ക്യാൻ സീ 2 in 1 ലൈക്ക് ക്ലെൻസർ പ്ലസ് മാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ക്ലെൻസർ ആയിട്ടും യൂസ് ചെയ്യാം, മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ രൂപത്തിലായിരിക്കും, ഇങ്ങനത്തെ രൂപത്തിലാവും. ആൻഡ് യു ക്യാൻ സീ ഒരു മാസ്ക് പോലെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫേസ് ഫുള്ളും ഇങ്ങനെ ഒരു തിൻ ലെയർ ആയിട്ട് ഇടാം. ഓക്കെ, ബൂംബ. അപ്പോൾ ഇതേപോലെ തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു പ്രയത്നത്തിനെ പോലെ ഉണ്ടാവുന്നതാണ്. ബട്ട് സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് അതെടുത്തിട്ടൊരു തിൻ ലെയർ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്കിതൊരു ആക്ച്വലി ഇതൊരു മാസ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് വെക്കാം. ബട്ട് ഞാനിത് അങ്ങനെ പക്ക മാസ്ക് ആയിട്ടല്ല അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്നാൽ ക്ലെൻസർ ആയിട്ടും അല്ല, ലൈക്ക് ഇതൊരു മീഡിയം. ഓക്കെ, സോ നമുക്കൊരു 3 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കണം. ഓക്കെ, ഈ നേരത്തെ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാം. 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. യു ക്യാൻ സീ എ ലിറ്റിൽ ചേഞ്ചസ് റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്ലെൻസർ എൻ്റെ മോളെ എൻ്റെ ഫേവറേറ്റ് ആണ്. സോ നമ്മളെ ക്ലെൻസിങ് പരിപാടി കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ഹെയർസ് റിമൂവ് ചെയ്യണം. ചോട്ട ഹെയർസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു റിമൂവ് ദാറ്റ്. ഓക്കെ, സോ ഇന്ന് ഞാൻ ഹെയർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു വൈറൽ എന്ന് പറയാം. നമുക്ക് കുറേ ഇൻഫ്ലുവൻസും കുറേ സോഷ്യൽ മീഡിയയിലും നമുക്ക് ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഒരു ഹെയർ റിമൂവൽ സ്പ്രേ. ഷേവിങ് തന്നെയാണ്, ഐ മീൻ റേസർ തന്നെയാണ്. ബട്ട് ഒരു എക്സ്ട്രാ ഐറ്റം കൂടി ഇതിന് കൂടെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് എപ്റ്റിറ്റൈഡ്ക ഹെയർ റിമൂവർ. ഇതിലെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ വന്നിട്ട് കുറേ ആയി എനിക്ക് യൂസ് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് ടൈം 2 വട്ടം യൂസ് ചെയ്യാൻ, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ടൈം വേണ്ടേ, കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ചെയ്യണ്ടേ. ബട്ട് ലാസ്റ്റ് 2 ടൈം ഞാൻ റേസർ യൂസ് ചെയ്തപ്പോൾ, ഐ മീൻ ഷേവിങ് ചെയ്തപ്പോൾ ഐ വാസ് വെരി ഹറി. സോ ഞാനത് ചെയ്തിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ലീക്ക് കഴിഞ്ഞു. It is leak, yaar. Look. I think it's not working or what? Allala, you see, you can see that I think it got leaked. Yeah, here you can see changes to white color വരുന്നുണ്ട്. But we can do that. അപ്പോൾ ഇത് പറ്റില്ല. ഞാനൊരു വൈറൽ ഷേവിങ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ബട്ട് ഫെയിൽഡ്. ബട്ട് ഓക്കെ, നമുക്ക് നമ്മുടെ സ്വന്തം വഴി, നമ്മുടെ ഡെയിലി അല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. നമ്മളെ വൈറൽ എന്താ പറയുക ഫേസ് റിമൂവർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ഫ്ലോപ്പായി. ബട്ട് ഓക്കെ, നമുക്കത് ഒന്നുകൂടി ട്രൈ ചെയ്യാം. മേ ബി ഞാൻ കൂടി റിസർച്ച് ചെയ്തിട്ട് അപ്പോൾ അത് ഭയങ്കര വൈറലായപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മനസ്സിലാണ്. പക്ഷെ കാശ് പോയി, എനിക്കൊരു വട്ടം കൂടി ഉപയോഗിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിവിടെ നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് റേസർ യൂസ് ചെയ്യാണ്. സോ ഹിയർ മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ എടുക്കുന്നത് സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ്. ആൻഡ് റേസർ ഞാൻ എടുക്കുന്നത് കാർമിസ്റ്റിന്റെ റേസർ ആണ്. ഇത് നല്ല റേസർ ആണ്.
സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിനെയാണ്. ആസ് ഐ സെഡ് ബിഫോർ നമ്മൾ എടുക്കാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഫേസ് ഹെയർ റിമൂവറിലാണ് യൂസ് ചെയ്യുള്ളൂ. വാട്ടെവർ. ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ കൈ അടുത്താണ് ചെയ്തത്. കൈയാണെങ്കിലും കാലാണെങ്കിലും ഫേസ് ആണെങ്കിലും ഈ 3 സ്ഥലത്തും റിമൂവ് ചെയ്യുമ്പോൾ ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ നോർമൽ ഡേ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യില്ല. ബട്ട് നല്ലതാണ്. ബട്ട് ഇറ്റ് ഈസ് തിക്ക്. ആക്ച്വലി കുറച്ച് തിക്കാണ്. എനിക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത് ഈ ഹെയർ റിമൂവ് ചെയ്യണ സമയത്ത് ഷേവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഫേസ് ഹെയർ റിമൂവർ ഹെയർ റിമൂവ് ചെയ്യണോ ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ബിക്കോസ് ചിലർക്ക് ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യണത് ഇഷ്ടമാവില്ല. ഓ മൈ ഗോഡ്. ചിലർക്ക് ഹെയർ റിമൂവ് ചെയ്യണത് ഇഷ്ടമാവില്ല. ബട്ട് എനിക്ക് ഹെയർ റിമൂവ് ചെയ്യണം. എനിക്ക് ഹെയർ ഉള്ളത് ഇഷ്ടമില്ല. ഹെയർ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈവൻ നോർമൽ പൗഡർ, വൃത്തി പറയുകയാണെങ്കിൽ നോർമൽ പൗഡർ ഇടുമ്പോഴും നമുക്ക് അത് ഹെയറിനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സോ എനിക്കത് ഇഷ്ടമല്ല. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഞാൻ നിർബന്ധിക്കില്ല ഇത് ഫേഷ്യൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീം ഇട്ടു. ഇനി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. സോ ഞാനിവിടെ ടിഷ്യൂ എടുത്തിട്ടുണ്ട്, റേസർ എടുത്തിട്ടുണ്ട്. ഇതാണ് കാണുന്നില്ല, ഞാൻ റേസർ വരുന്നത് നോർമൽ ഷേപ്പ് തന്നെയാണ്. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുക. ഇവിടെ 2 ചിഹ്നം എടുത്തിട്ട് ഞാൻ അപ്പർ ലിപ്പ് എടുക്കും, എന്നിട്ട് ഫോർവേഡ് എടുക്കും. ഓക്കെ, അപ്പോൾ ഹെയർ റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നില്ല, ബട്ട് ഹെയർ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ മുഖത്ത് കുറച്ച് മോയ്സ്ചറൈസർ ഉണ്ടാവും. മോയ്സ്ചറൈസർ ആണല്ലോ, ഞാനത് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, ബിക്കോസ് നമുക്ക് അടുത്ത് ഇതൊക്കെ ചെയ്യണ്ടേ, മാസ്ക് ഇടണം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഈ മോയ്സ്ചറൈസർ ഇരിക്കുന്നത് നല്ലതാണ്. അത് റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിങ്ങനെ ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ആ മോയ്സ്ചറൈസർ അവിടെ തന്നെ വെക്കും. ബട്ട് അതെന്താ പ്രശ്നം അറിയോ? നോക്കൂ, ഈ റേസറിന്റെ എല്ലാ ഹെയർസും വരിക. നമ്മൾ മുടി വെട്ടി കഴിഞ്ഞാൽ എല്ലാ മുടി നിലത്ത് എത്തില്ലിടും. നമ്മുടെ ഡ്രസ്സും ഒക്കെ ഉണ്ടാവും, മേത്തുണ്ടാവും. സോ നമ്മൾ വന്നിട്ട് കുളിക്കും. അതേപോലെ തന്നെ അതും ഇതിൽ കണ്ടില്ല, ഇങ്ങനെ കുട്ടിയായിട്ട് ഐ ഡോണ്ട് നോ കാണാൻ പറ്റുന്നുണ്ടോ, കുട്ടിയായിട്ടുള്ള ഹെയർസ് ഉണ്ടാവും. സോ വി ഹാവ് ടു വൈപ്പ് ഇറ്റ് ഔട്ട്. ഓക്കെ, മുറിക്കാൻ നമുക്ക് കിട്ടുന്ന മുഖം. പിന്നെ അതിലുള്ള ഭംഗിയാവും. നമുക്ക് ആദ്യത്തെ ഒരു പേടിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതില്ലാതെ പറ്റാതെയാവും. പിന്നെ മറ്റുള്ളവർക്ക് തിരിച്ചറിയുന്നുള്ളൊരു സങ്കടം വരുന്നത്. ഒരു ദിവസം ഇപ്പോൾ ഒരു ഞായറാഴ്ച വീട്ടിൽ വെറുതിരിക്കുകയാണെങ്കിൽ ശനിയാഴ്ച ചെയ്താൽ മതി. തിങ്കളാഴ്ച മനുഷ്യക്കുഞ്ഞു പോലും അറിയാൻ പോകില്ല. സോ അതൊന്നും സീനുള്ള കാര്യമില്ല. ഈ മുഖത്ത് മീശയും താടിയൊക്കെ വെച്ച് നല്ലതായിട്ടും എത്രയോ പേരാണ് നമ്മൾ ക്ലീൻ ആയിട്ട് പോകുന്നത്. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് എന്ത് ചെയ്യും നമ്മൾ? അടുത്തതായിട്ട് നമ്മൾ ഞാൻ ഓൾറെഡി 2 days ബിഫോർ ക്ലീനപ്പ് ചെയ്തതാണ്. ക്ലീനപ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളൊരു ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമ്മുടെ മുഖം സ്വെറ്റ് ആവും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ടേക്ക് അവർ വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് ഔട്ട്. സോ എൻ്റെ മറ്റേ അതെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു എക്യുപ്മെൻറ്റ് ഉണ്ട്. സോ അത് വെച്ചിട്ട് ഞാൻ എടുക്കാം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് സം. സോ ഐ പ്ലാനിങ് ടു യൂസ് നോസ് സ്ട്രിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കാലത്ത് മുതൽ വള്ളി വീഴാൻ തുടങ്ങിയതാണ്. അറിയില്ല എന്തുകൊണ്ടാണ്. ഇതും ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മൂക്കൊന്ന് വെട്ട് ചെയ്യണം. മൂക്ക് വെട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വെക്കാൻ. ഓക്കെ, സോ നമുക്ക് ആദ്യം മൂക്കൊന്ന് വെട്ട് ചെയ്യാം. അപ്പോൾ നോ സ്ട്രിപ്പാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നോ സ്ട്രിപ്പ് നല്ലതല്ല കേട്ടോ. നമ്മളെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇങ്ങനെ പുള്ളി ചെയ്യുന്നത് ആക്ച്വലി നല്ലതല്ല. നമുക്ക് ക്ലീനപ്പ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഓർ ഇഫ് യു ക്യാൻ പാർലറിൽ പോയി ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്. ബട്ട് കുറച്ചുള്ള വെച്ച് ഞാൻ ഇത് യൂസ് ചെയ്യും. പെട്ടെന്നൊരു കാര്യം നടക്കും. സോ നോസ് ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വള്ളി ബിരിയാണി ഗൈസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ
ഈ നോസ് സ്ട്രിപ്പ് വിടുന്നത് നല്ലതല്ല. ആക്ച്വലി നമുക്ക് ക്ലീൻ അപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുക വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ബട്ട് കുറച്ചുള്ള വെച്ചാൽ മടി കാരണം ഞാൻ ഇത് യൂസ് ചെയ്യും. ഇല്ല വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം ചെയ്തിട്ട് മുഖം സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ അപ്പിന് എക്യുപ്മെൻ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ തടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഒരു 5 to 10 minutes, 5 minutes മതിയാവും. കുറേയൊക്കെ ഉണ്ടെങ്കിൽ 10 minutes ഒക്കെ വേണം. 10 to 15 minutes ഉണ്ടെങ്കിൽ ഒന്നാവും. ഇപ്പോൾ 10 minutes വയ്ക്കാം. അപ്പോൾ നമുക്കിത് നൈസായിട്ട് എടുക്കാം. ഉണ്ട് ഗൈസ്. പക്ഷെ അത് കഴിക്കാൻ പറഞ്ഞില്ല, 2 ദിവസമല്ല, മേ ബി 2 weeks ബിഫോർ. കുറച്ചായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അപ്പോൾ ചെയ്തതാണ്. ഇത് കിട്ടി. സോ ഇതാണ് ആ സാധനം. ഇതിൻ്റെ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു വട്ടക്കാനുള്ള പോയിന്റ്, ഇതാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് പോകാം. ഒരു ഷെയ്ഡ് മാസ്ക് യൂസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ റുട്ടീൻ ആണല്ലോ. ലാസ്റ്റ് ഞാൻ ചെയ്യാൻ ഫേസ് മാസ്ക് യൂസ് ചെയ്യും. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫേഷ്യൽ റുട്ടീൻ. അറിയില്ല, നിങ്ങൾക്ക് എന്താ വിളിക്കാമെന്ന് വെച്ചാൽ കമൻറ്റ് ബിലോ. ഇത് രണ്ടെണ്ണത്തിൽ ഏതൊന്നും വിളിച്ചാൽ മതി, വേറെ ഒന്നും വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ലോറിയലിൻ്റെ ഫേസ് മാസ്ക് ആണ്. ഇത് ഞാൻ ലോറിയലിൻ്റെ ഷാംപൂ കണ്ടീഷണർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കൂടെ കിട്ടിയതാണ്. സോ ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ്. നമ്മളിത് പൊളിക്കുന്നു. ഇതിനുള്ളിൽ എന്തുണ്ട്? ഫേസ് മാസ്ക് ഷീറ്റ് ഉണ്ട്. അതിങ്ങനെ മെല്ലെ നമ്മൾ പുള്ളൗട്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ സിറം കിട്ടോ, നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. ഇതെടുക്കുന്നു. ഇത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു ടാസ്ക് പിടിച്ച പണിയാണ്. ചില സമയത്ത് എൻ്റെ ഫേസ് മാസ്ക് ഈ ഒരു ഷീറ്റ് കീറാറൊക്കെ ഉണ്ട്. ആക്കാൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാറില്ല. മന്ത്ലി വൺസ് ഒക്കെ ഞാൻ ഇതുള്ളൂ. എപ്പോഴും എല്ലാ വീക്കും ഒന്നുമില്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഫേഷ്യൽ ഹെയർ റിമൂവറൊക്കെ ഒരു 15 days കൂടുമ്പോൾ ചെയ്യാറുണ്ട്. എൻ്റെ ഹെയർ പെട്ടെന്ന് ഗ്രോ ചെയ്യും. മുഖത്തെ മുടിയുമില്ലെങ്കിലും തലയിലില്ലെങ്കിലും മുഖത്തെ മുടി വേഗം വളരും ഗൈസ്. നമ്മളിങ്ങനെ ഭൂതത്തിനെ പോലെ ഉണ്ടാവും. നമ്മളത് മൈൻഡ് ചെയ്യരുത്. അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഗൈസ്. എന്ത് രസം അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ. ഇതുകൊണ്ടാണ് അമ്മമാര് പറയണത് മുടി കെട്ടി വെച്ചിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിടുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഒരു എത്ര മിനിറ്റ് ആകും? 15 minutes കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ ഓക്കെ, 15 minutes ആയി. നമുക്ക് റിമൂവ് ചെയ്ത് പറയാം. നമ്മൾ മുഖത്ത് സിറമുണ്ട്, അതെന്ത് ചെയ്യണം? കളയരുത്, വാഷ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പാക്കറ്റിൽ ബാക്കി സിറമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി മസാജ് കൊടുക്കാം. ഓക്കെ, കുറവാണ്. യൂഷ്വലി ഇപ്പം കൂടുതൽ ഉണ്ടാവാറുണ്ട്. കുറവല്ല കൈ സിദ്ധി. ഇത്ര നമുക്കിതിങ്ങനെ മസാജ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക ഇജക്ട് ചെയ്യാം. ഓർ ഇത് നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യും. സിമ്പിൾ ആൻഡ് ഈസി വേ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ഫേസ് ഹെയർ റിമൂവൽ റൂട്ടീൻ പറയുന്നത്. ജസ്റ്റ് സിമ്പിൾ തിങ്സ്. ഫേഷ്യൽ റൂട്ടീൻ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതെങ്കിലും ഹെയർ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഐ മീൻ ഷെയ്ഡ് മാസ്ക്. ബട്ട് നമുക്കിതിനെ ഫേഷ്യൽ ഹെയർ റിമൂവൽ റൂട്ടീൻ എന്ന് വിളിക്കാം. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ന് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്താനൊന്നും ഞാൻ പറയില്ല, ബട്ട് if you can, please subscribe. Okay, that's it. Bye.